അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ സൗദിയിലെ പ്രവാസികൾ മറ്റൊരു കാര്യം. സൗദി അറേബ്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോയ ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം, നാട്ടിലത്തെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ ഫ്ലൈറ്റൊക്കെ വളരെ ഫെയർ കൂടുതലായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ റീഎൻട്രിക്ക് എക്സ്പയർ ആൾക്കാരുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് റീഎൻട്രി കിട്ടാൻ എത്ര കാശ് ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ചു. നാട്ടിൽ നിന്ന് റീഎൻട്രി കിട്ടാൻ ഒരു മാസം റീഎൻട്രിക്ക് 200 റിയാൽ, പിന്നെ ഒരു 103 റിയാൽ എക്സ്ട്രയും വരും. അങ്ങനെ 200ഉം 103 റിയാൽ. 2 മാസം റീഎൻട്രി കിട്ടുന്ന വെച്ചാൽ 400 റിയാൽ 103 എത്രയായി? 503. ഇങ്ങനെയാണ് പോവുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, സൗദി അറേബ്യയിലേക്ക് ബിസിനസ് വിസിറ്റിങ്ങിന് വന്നവരും ടൂറിസ്റ്റ് വിസിറ്റിങ്ങിന് വന്നവരൊക്കെ ഉണ്ട്. പോവാതെ 2-3 കൊല്ലമൊക്കെ ആൾക്കാരുണ്ട്. ഭീമമായ സംഖ്യ അടക്കണം. ഇനി അതിൻ്റെ ഫൈനും കാര്യം ഒരിക്കൽ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലായി മാറി. ഫാമിലിക്ക് വന്നവരുണ്ട്, ഒരുപാട് കാലം വന്നിട്ട് പോകാത്തവരൊക്കെ ഉണ്ട്. ഗവൺമെൻറ് എല്ലാ ഇളവുകളും അവഗണിച്ച് പോവാതെ ഇവിടെ കിടക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. കറക്റ്റ് സമയത്ത് പോയാൽ അവർക്ക് വീണ്ടും തിരിച്ചു വരാമായിരുന്നു. ഇനി പോയാലും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയി മാറിയവരുണ്ട്. ശ്രദ്ധിക്കുന്നില്ല. മലയാളികളാണ് ഏറ്റവും കൂടുതൽ. മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.